ഹലോ ഡിയർ സ്റ്റുഡൻസ്, എക്സൽ കോഴ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ പ്രൊജക്റ്റ് വർക്കിൻ്റെ അവസാനത്തെ എക്സസൈസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എക്സസൈസ് നമ്പർ 10. സോ ഈ ഒരു എക്സസൈസിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ സ്ക്രീൻഷോട്ടിൽ നമുക്ക് ഒരു ഡാറ്റ സെറ്റ് കൊടുത്തിട്ടുണ്ട്. വില്ല നമ്പർ, ഡിസ്ട്രിക്ട് നമ്പർ, പ്രൈസ്, ടാക്സ് റേറ്റ്, റെൻറ്റ് ടാക്സ്, വാട്ടർ ബില്ല്, ടോട്ടൽ റെൻറ്റ്. ദെൻ തൊട്ട് താഴെ നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ആൻഡ് ടാക്സ് റേറ്റ്, ഡിസ്ട്രിക്ട് നമ്പർ, പ്രൈസ്, ടാക്സ് റേറ്റ്, വാട്ടർ ബില്ല്. ഇതിൽ വില്ല നമ്പറിൽ ചില വില്ല നമ്പർ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഓട്ടോ ഫിൽ ചെയ്തിട്ട് കണ്ടെത്തണം. പ്രൈസ്, ടാക്സ് റേറ്റ്, റെൻറ്റ് ടാക്സ്, വാട്ടർ ബില്ല്, ടോട്ടൽ റെൻറ്റ്, ഇതൊക്കെ നമുക്ക് ഫോർമുല ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ HLOOKUP എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടും കണ്ടെത്താനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വില്ല നമ്പറും ഡിസ്ട്രിക്ട് നമ്പറും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി കുളത്തിലെ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ടെത്തണം. ഓക്കെ, അതിനുശേഷം ഈ ഒരു ബോക്സിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഒരു ഗ്രാഫും നമുക്ക് എന്ത് ചെയ്യണം, ഈ ചാർട്ടും നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. ദെൻ ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്, ക്രിയേറ്റ് വർക്ക് ഷീറ്റ് ഷോൺ എബോ ആൻഡ് റീനെയിം ആസ് ഡിസ്ട്രിക്ട്. മുകളിൽ കാണുന്ന വർക്ക് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനത് എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വാൻസ്ഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പേരെന്ത് കൊടുക്കാനാണ് പറഞ്ഞാൽ, ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കാനാണ് പറഞ്ഞത്. ഞാൻ ഫയൽ സേവ് ചെയ്തപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, Excel 10 ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ എന്താ പറയുന്നത്, യൂസ് HLOOKUP ഫൈൻഡ് പ്രൈസ് ബേസ്ഡ് ഓൺ ഡിസ്ട്രിക്ട് നമ്പർ. നമ്മളോട് പ്രൈസ് കണ്ടെത്താനാണ് പറഞ്ഞത്. പ്രൈസ് കണ്ടെത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ടേബിളാണ് നമുക്ക് താഴെ കൊടുത്തിട്ടുള്ളത്. പ്രൈസ് ആൻഡ് ടാക്സ് റേറ്റ്സ് എന്ന് പറഞ്ഞ ടേബിൾ. ഡിസ്ട്രിക്ട് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രൈസാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ ഒരു ആദ്യത്തെ ടേബിളിൽ ഡിസ്ട്രിക്ട് നമ്പർ, ആദ്യത്തെ ഡിസ്ട്രിക്ട് നമ്പർ 2 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ 2ൻ്റെ നേരെയുള്ള പ്രൈസ് എത്രയാണ്, 400. അപ്പോൾ 400 ഈ പ്രൈസിൻ്റെ അവിടെ വരണം. രണ്ടാമത്തെ ഡിസ്ട്രിക്ട് നമ്പർ എത്രയാണ് വരുന്നത്, D4 ആണ്. അപ്പോൾ D4ൻ്റെ നേരെ പ്രൈസ് എത്ര വരണം, D4ൻ്റെ പ്രൈസ് എത്ര, 700 അവിടെ വരണം. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് HLOOKUP എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ HLOOKUP ഉപയോഗിച്ചിട്ട് എങ്ങനെ കണ്ടെത്താൻ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ആദ്യം വില്ല നമ്പർ ഞാൻ എന്ത് ചെയ്തു, ഓട്ടോ ഫില്ല് ചെയ്തു. അതിന് ശേഷം ഞാൻ പ്രൈസ് കണ്ടെത്താൻ പോവാണ്. ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാ, HLOOKUP ആണ്. HLOOKUP എന്ന് കൊടുത്തു. ലുക്കപ്പ് വാല്യൂ സെലക്ട് ചെയ്തു. ദെൻ ടേബിൾ ആരെ സെലക്ട് ചെയ്തു. ദെൻ കോമ, എത്രാമത്തെ റോയിലാണ് നമ്മുടെ പ്രൈസ് കിടക്കുന്ന, ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ടേബിളിലെ രണ്ടാമത്തെ റോല്, ഇപ്പോൾ 2 എന്ന് കൊടുത്തു. ദെൻ ഇവിടെ എന്ത് കൊടുക്കണം, ഫാൾസ് കൊടുക്കണം. ദെൻ എൻ്റർ കീ അടിക്കുക. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, പ്രൈസ് കിട്ടും. ഇനി എന്ത് ചെയ്താൽ മതി, ഇതിൽ A13 to G14 ആ റേഞ്ച് എന്ത് ചെയ്യുക, അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആക്കുക. അതിനുശേഷം ഓട്ടോ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള പ്രൈസ് എനിക്ക് എന്ത് ചെയ്ത് തരും, എക്സൽ ഓട്ടോ ഫില്ല് ചെയ്ത് തരും. ഓക്കെ, ഇനി അടുത്തെന്താ പറയുന്നത്, മൂന്നാമത് എന്താ പറയുന്നത്, ഫൈൻഡ് ടാക്സ് റേറ്റ് ബേസ്ഡ് ഓൺ ഡിസ്ട്രിക്ട് നമ്പർ. പ്രൈസ് നമ്മൾ കണ്ടെത്തിയ പോലെ ഡിസ്ട്രിക്ട് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടാക്സ് റേറ്റ് നമ്മളോട് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഡിസ്ട്രിക്ട് നമ്പർ 2 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ടാക്സ് റേറ്റ് എത്ര വരണം, D2ൻ്റെ നേരെയുള്ള ടാക്സ് റേറ്റ് എത്ര, 0.04 എന്ന് വരണം. ഇനി അടുത്തത് പിന്നെ ഡിസ്ട്രിക്ട് നമ്പർ D4 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ടാക്സ് റേറ്റ് എത്ര വരണം, D4ൻ്റെ എഗനസ്റ്റ് ആയിട്ടുള്ള ടാക്സ് നമ്പർ എത്ര, ടാക്സ് റേറ്റ് എത്ര, 0.08 എന്ന് ഇവിടെ വരണം. സോ ഇതിനും നമ്മൾ എന്തെന്നെ ഉപയോഗിക്കുക, HLOOKUP ആണ് ഉപയോഗിക്കുക. ഈക്വൽ ടു HLOOKUP, ലുക്കപ്പ് വാല്യൂ സെലക്ട് ചെയ്യും. ദെൻ ടേബിൾ ആരെ സെലക്ട് ചെയ്യും. ദെൻ റോ ഇൻഡെക്സ് എന്ന് കൊടുത്ത് മൂന്നാമത്തെ റോയിലാണ് ടാക്സ് റേറ്റ് കിടക്കുന്നത്, കോമ ഫാൾസ് എന്ന് കൊടുക്കും. ദെൻ എന്ത് ചെയ്യും, A13 to G15 വരെയുള്ള റേഞ്ച് ഞാൻ എന്ത് ചെയ്യും, അബ്സല്യൂട്ട് റെഫറൻസ് ആക്കും. എൻ്റർ കീ അടിക്കും. ഇനി ഓട്ടോ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു നോക്കിയാൽ, കറക്റ്റായിട്ട് എനിക്ക് എന്ത് ചെയ്തു തന്നു, ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെയും നേരെയുള്ള ടാക്സ് റേറ്റ് എനിക്ക് എന്ത് ചെയ്തു, ഓട്ടോ ഫില്ല് ചെയ്ത് തന്നു. ഇനി അടുത്തത് എന്താ കണ്ടെത്തേണ്ടത്, നാലാമത്തെ, കാൽക്കുലേറ്റ് റെൻറ്റ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. റെൻറ്റ് ടാക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, റെൻറ്റ് ടാക്സ് ഇസ് ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു ടാക്സ് റേറ്റ്. റെൻറ്റ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. റെൻറ്റ് ടാക്സ് കണ്ടെത്താനുള്ള ഫോർമുല എന്താ, പ്രൈസ് ഇൻറ്റു ടാക്സ് റേറ്റ്, C3 ഇൻറ്റു D3. ഈ എൻ്റർ കീ അടിക്കുക.
ഓട്ടോ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റിൻ്റെ നമ്പറിൻ്റെ ഒക്കെ 2 ടാക്സ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തരും. ഇനി അടുത്തെന്താ ചെയ്യേണ്ടത്? അഞ്ചാമത്തെ എന്താ? ചെക്ക് ഇഫ് ദർ ഈസ് വാട്ടർ ബിൽ ബേസ്ഡ് ഓൺ ഡിസ്ട്രിക്റ്റ് നമ്പർ. ഡിസ്ട്രിക്റ്റ് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലുള്ള വാട്ടർ ബില്ല് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസ്ട്രിക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, വാട്ടർ ബില്ല് താഴെ കൊടുത്തിട്ടുണ്ട്. ആ റിസൾട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ചെയ്ത് കിട്ടണം. അപ്പോൾ D2 എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റ് നമ്പറിൻ്റെ നേരെ വാട്ടർ ബില്ല് എന്താ വരേണ്ടത്? D2ൻ്റെ നേരെ വാട്ടർ ബില്ല് S ആണ്. അപ്പോൾ ഇവിടെ S എന്ന് വരണം. D4ൻ്റെ നേരെ ഇവിടെ അടുത്ത D4 ആണ്. അപ്പോൾ ഇവിടെ വാട്ടർ ബില്ലിനോടത്ത് എന്ത് വരണം? D4ൻ്റെ നേരെ വാട്ടർ ബില്ല് എന്താ നടക്കുന്നത്? S ആണ്. അപ്പോൾ ഇവിടെ S എന്ന് വരണം. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കല്ല വേണ്ടത്, HLOOKUP എന്ന് പറയുന്ന ഫംഗ്ഷന് ഉപയോഗിച്ചിട്ട് കണ്ടെത്തുകയാണ് വേണ്ടത് അല്ലേ. = HLOOKUP, ലുക്കപ്പ് വാല്യൂ സെലക്ട് ചെയ്തു, കോമ കൊടുത്തു, ടേബിൾ ആരെ സെലക്ട് ചെയ്തു, കോമ. ഇനിയിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ടേബിളിൽ എത്രാമത്തെ റോയിലാണ് വാട്ടർ ബില്ല് കിടക്കുന്നത്? 4ാമത്തെ റോയിലാണ്. 4ാമത്തെ റോ സെലക്ട് ചെയ്തു. ഇതിന് ഞാൻ എന്ത് ചെയ്തു? ഫാൾസ് ക്ലിക്ക് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എന്നിട്ട് A13 to G16 വരെയുള്ള സെൽ റെഫറൻസ് ഞാൻ എന്ത് ചെയ്തു? പിന്നെ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി. ഇനി എന്ത് ചെയ്താൽ മതി? ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഡിസ്ട്രിക്റ്റ് നമ്പറിൻ്റെ ഓപ്പോസിറ്റുള്ള വാട്ടർ ബില്ലിൻ്റെ ഡാറ്റ എനിക്ക് എക്സൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് തരും. ഇപ്പോൾ D5ൻ്റെ നേരെ നോക്കിയാൽ നോയ കിടക്കുന്നത് അല്ലേ. കാരണം തൊട്ട് താഴെയുള്ള ടേബിൾ D5ൻ്റെ തൊട്ട് താഴെ വാട്ടർ ബില്ല് നോയാണ് കിടക്കുന്നത്. അതാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്ത് തന്നിട്ടുള്ളത്? എക്സൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തെന്താ കണ്ടെത്തേണ്ടത്? 6ാമത്തെ സ്റ്റെപ്പ് എന്താ പറയുന്നത്? കാൽക്കുലേറ്റ് ടോട്ടൽ റെൻറ്റ് വേർ ടോട്ടൽ റെൻറ്റ് = പ്രൈസ് പ്ലസ് റെൻറ്റ് ടാക്സ്. ടോട്ടൽ റെൻറ്റ് കണ്ടെത്താനാണ് പറഞ്ഞത്. പ്രൈസും റെൻറ്റ് ടാക്സും ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ റെൻറ്റ് കിട്ടും. എങ്ങനെയാണ്? C3 + E3 എൻട്രി കീ അടിക്കുക, ഓട്ടോ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെയൊക്കെ ടോട്ടൽ റെൻറ്റ് നമുക്ക് എന്ത് ചെയ്ത് തരും? എക്സൽ കണ്ടെത്തി തരും. സോ സിമ്പിളാണ്. ഇത്രയും നമ്മൾ എന്ത് ചെയ്തു? ഡാറ്റ കണ്ടെത്തി. ഇനി അടുത്തെന്താ പറയുന്നത്? ഫോർമാറ്റ് ആൾ മണി കോളം ടു 1 പ്ലേസ് ഓഫ് ഡെസിമൽ. ഇതിലുള്ള മണി കോളംസ് പ്രൈസ്, ടാക്സ് റേറ്റ്, റെൻറ്റ് ടാക്സ്, അതുപോലെ ടോട്ടൽ റെൻറ്റ്, ഇതൊക്കെ എന്ത് ചെയ്യാൻ? ഒരു ഡെസിമൽ പ്ലേസിലേക്ക് കൊണ്ടുവരാനാണ് പറഞ്ഞല്ലേ. ഒരു ഡെസിമൽ പ്ലേസിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഹോം ടാബിൽ നമ്പർ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഡെസിമൽ പ്ലേസ് ഇൻക്രീസ് ചെയ്യാനും ഡെസിമൽ പ്ലേസ് ഡിക്രീസ് ചെയ്യാനുള്ള ടൂളുണ്ട്. ഞാൻ ഡെസിമൽ പ്ലേസിൽ ഇൻക്രീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡെസിമൽ പ്ലേസ് അവിടെ വരും. ഓക്കെ, ഡെസിമൽ പ്ലേസ് ഇപ്പോൾ ഇവിടെ 3 ഡെസിമൽ പ്ലേസ് വന്നു. ആ ഡെസിമൽ പ്ലേസ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ 2 ആയി, ഇപ്പോൾ 1 ആയി. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഡെസിമൽ പ്ലേസ് കൊടുത്തു, ന്യൂമറിക്കൽ ഡിജിറ്റാണ്. ദെൻ അടുത്തെന്താ പറയുന്നത്? 8ാമത്തെ ക്രിയേറ്റ് ദ ചാർട്ട് ഷോൺ എബോവ്. മുകളിൽ കൊടുത്തിരിക്കുന്ന ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ റെൻറ്റ്. അപ്പോൾ അത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വില്ല നമ്പർ സെലക്ട് ചെയ്യുക, ടോട്ടൽ റെൻറ്റ് സെലക്ട് ചെയ്യുക. ഈ 2 ഡാറ്റയാണ് നമുക്ക് വേണ്ടത്, വില്ല നമ്പറും ടോട്ടൽ റെൻറ്റും. ആ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ടാബിൽ പോവുക. എന്നിട്ട് അതിൽ ലൈൻ ചാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ലൈൻ ചാർട്ടിൽ 3D ലൈന് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു ചാർട്ട് കിട്ടി. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ടോട്ടൽ റെൻറ്റിന് ടൈറ്റിൽ കൊടുക്കാം, ടോട്ടൽ റെൻറ്റ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 10ാമത്തെ എക്സസൈസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ പ്രൊജക്റ്റ് വർക്കിൽ 10 എക്സസൈസാണ് ഡിസ്കസ് ചെയ്തത്. ഈ 10 എക്സസൈസും എന്തിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു അഡീഷണൽ നോളജ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ അത് ഡിസ്കസ് ചെയ്തത്. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടി റീക്യാപ്പ് ചെയ്യാനും നിങ്ങൾക്ക് എക്സലിൽ ഒന്നുകൂടി പ്രാക്ടീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ 10 എക്സസൈസും ഡിസ്കസ് ചെയ്തത്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ കോഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സൽ എന്ന് പറയുന്ന ഈ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ കോഴ്സിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? അതേപടി പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു എക്സസൈസ് 10 ഇല്ലുസ്ട്രേഷൻ എക്സസൈസ് അടങ്ങിയ ഈ ഒരു PDF ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യും. അതെന്ത് ചെയ്യുക? എല്ലാവരും 2 or 3 തവണ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? എക്സലിൽ ഒരു ധാരണ കിട്ടും. സോ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.